ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിനായി നാം ഒരുങ്ങുമ്പോൾ ഇന്ന് ധ്യാന വിഷയമാക്കുന്നത് അമ്മയുടെ നിശബ്ദതയെക്കുറിച്ചാണ്. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 52-ാം വാക്യം ഇപ്രകാരം പറയുന്നു: അവൻ്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. തൻ്റെ ജീവിതത്തിലുടനീളം താൻ നേരിട്ട എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഹൃദയത്തിൽ സംഗ്രഹിച്ച് നിശബ്ദത കാത്തു സൂക്ഷിച്ച വ്യക്തിയാണ് പരിശുദ്ധ അമ്മ. താൻ ദൈവപുത്രൻ്റെ അമ്മയാകാൻ തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ആ ദൂതൻ്റെ മുമ്പിൽ കൈകൾ കൂപ്പി ശിരസ്സ് നമിച്ച്, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് എന്നിൽ ഭവിക്കട്ടെ എന്ന് പറയുമ്പോൾ നന്മ മാത്രമല്ല, തിന്മയുടെ ഒരു പ്രളയം തന്നെ തൻ്റെ പിന്നാലെ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണ് പരിശുദ്ധ അമ്മ തൻ്റെ പിതാവിന് പരിപൂർണമായ സമർപ്പണം നടത്തിയത്. തുടർന്നുള്ള തൻ്റെ ജീവിതത്തിലെ കഷ്ടതകളെയും പ്രയാസങ്ങളെയും എല്ലാം നിശബ്ദതയോടെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് തിരുമുമ്പിൽ സമർപ്പിച്ചു. കാരണം തൻ്റെ ഉദരത്തിൽ ഈശോയാണെന്ന സത്യം. ഉള്ളിൽ ഈശോ ഉള്ളപ്പോഴും ഈശോയുടെ കൈപിടിച്ച് നടക്കുമ്പോഴും അമ്മ മാതാവിന് പരാതി പറയാൻ കഴിയില്ല. നമ്മളൊക്കെ ജീവിതത്തിൽ ഒരുപാട് പരാതി പറയുന്നവരാ. നമ്മുടെ പ്രതീക്ഷകൾ കൈവിട്ടു പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ രോഗികളാകുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ സാധ്യതകൾ അസ്തമിച്ചു പോകുമ്പോൾ നമ്മൾ ഒരുപാട് പിറുപിറുപ്പും പരാതിയും കുറ്റപ്പെടുത്തലുമൊക്കെ ഉള്ളവരായി മാറുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ഹൃദയത്തിൽ ജീവിക്കുന്ന യേശുക്രിസ്തു ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മളെ സ്വയം ന്യായീകരിക്കാതെ എല്ലാം പിതാവായ ദൈവത്തിൽ അർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മ നിശബ്ദത പാലിച്ചതുപോലെ നിശബ്ദത പാലിക്കുവാനുള്ള ഒരു വലിയ ആഹ്വാനമാണ് പരിശുദ്ധ അമ്മ നമുക്ക് നൽകുന്നത്. അമ്മയെ ഓർക്കുന്ന ഈ നാളുകളിൽ അമ്മയുടെ ജീവിത സുഹൃതങ്ങളോർത്ത്, അമ്മ തന്ന മാതൃകയോർത്ത് ദൈവസന്നിധിയിൽ ചേർന്ന് നിൽക്കാനുള്ള കൃപ നമുക്കുണ്ടാവട്ടെ. അമ്മയുടെ മാതൃക നമുക്ക് കരുത്തും ശക്തിയുമാകട്ടെ.